പെർഫ്യൂം ബിസിനസ് ചെയ്യുന്നവരോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ്, കോസ്മെറ്റിക്സ് ആൻഡ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് കേരളം വ്യാപകമായ നിലയിൽ അവർ കോസ്മെറ്റിക്സ് ഷോപ്പുകളിൽ റെയ്ഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നടന്ന റെയ്ഡിൽ തന്നെ ധാരാളം ഷോപ്പുകൾക്കെതിരെ അവർ കേസെടുക്കുകയും ധാരാളം പ്രോഡക്റ്റുകൾ, മെർക്കുറിയുടെ അംശം കണ്ടന്റ് അധികമായി ഉണ്ടായിരുന്ന ധാരാളം പ്രോഡക്റ്റുകൾ സീസ് ചെയ്യുകയുണ്ടായി. ഇന്ന് വീണ്ടും ഇന്നത്തെ വാർത്തയാണ്, പെർഫ്യൂം ഷോപ്പിൽ നിന്ന് മീഥൈൽ ആൽക്കഹോൾ കണ്ടന്റുള്ള പെർഫ്യൂം സ്പ്രേകൾ പിടിച്ചെടുത്തു എന്നുള്ളത്. ഇത് യഥാർത്ഥത്തിൽ പെർഫ്യൂം ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മീഥൈൽ ആൽക്കഹോൾ ഒരിക്കലും പെർഫ്യൂമിൽ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ സാധാരണ ഞാൻ ഇതിനെ സംബന്ധിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ബാക്കിൽ പോയി കാണാൻ പറ്റും. ആൽക്കഹോൾ, വിവിധ തരത്തിലുള്ള ആൽക്കഹോളും പെർഫ്യൂമിൽ യൂസ് ചെയ്യുന്ന ആൽക്കഹോളിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മെഥനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മീഥൈൽ ആൽക്കഹോൾ യഥാർത്ഥത്തിൽ ഒരു പോയിസൺ ആണ്. ചെറിയൊരു അംശം ഉള്ളിൽ പോയാൽ തന്നെ നമ്മുടെ കാഴ്ചയെ അത് മോശമായി ബാധിക്കുകയും അളവ് കൂടുന്തോറും കൂടിയ അളവിൽ രക്തത്തിൽ കലർന്നു കഴിഞ്ഞാൽ മരണം തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെഥനോൾ. നമുക്ക് സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് വിഷമദ്യ ദുരന്തം എന്ന പേരിൽ കേൾക്കുന്നത്. സാധാരണ ആൽക്കഹോളിൽ മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെഥനോൾ മിക്സ് ചെയ്ത് സപ്ലൈ ചെയ്ത് അത് കൺസ്യൂം ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഈ കൂട്ടമരണം, അതായത് വിഷമദ്യ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ കൺസ്യൂം ചെയ്താലോ അല്ലെങ്കിൽ രക്തവുമായിട്ട് ചേർന്നാലോ നമ്മുടെ കാഴ്ചശക്തിയെ ബാധിക്കും. കൂടിയ അളവിൽ ചേർന്നാൽ മരണം തന്നെ സംഭവിക്കും. അതുകൊണ്ട് പെർഫ്യൂം ബിസിനസ് ചെയ്യുന്നവർ പ്യുവർ എഥനോൾ തന്നെ പെർഫ്യൂം സ്പ്രേ ഉപയോഗിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. എഥനോൾ കണ്ടന്റ് ഉള്ള പെർഫ്യൂം മാത്രം സ്പ്രേ പെർഫ്യൂം ബിസിനസ് ചെയ്യുന്നവർ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കേണ്ടത് ആൽക്കഹോൾ ഡിനാറ്റ് അല്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോൾ എന്നൊക്കെ നോക്കുക. അതല്ലാത്ത ഏതൊരു കണ്ടന്റും പെർഫ്യൂമിന് നല്ലതല്ല. ഒപ്പം നിരോധിക്കപ്പെട്ട പ്രോഡക്റ്റുകൾ, നമ്മുടെ കണ്ടന്റുള്ള പ്രോഡക്റ്റുകൾ, കോസ്മെറ്റിക്, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ, മുഖത്ത് അല്ലെങ്കിൽ തലയിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ, അതാണ് കോസ്മെറ്റിക് കാറ്റഗറിയിൽ പെടുന്നത്. അങ്ങനത്തെ പ്രോഡക്റ്റുകൾ പിടിക്കപ്പെട്ടാൽ 3 വർഷം വരെ തടവും 50,000 രൂപ വരെ പിഴയും ഈടാക്കാനുള്ള വകുപ്പുണ്ട്. അതുകൊണ്ട് പെർഫ്യൂം ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പെർഫ്യൂം യൂസ് ചെയ്യുന്നവരും അവരും ഈ വില കുറഞ്ഞ പ്രോഡക്റ്റുകൾക്ക് പിറകെ പോകാതെ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ മാത്രം നോക്കി വാങ്ങിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.